ഓക്കെ, നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? ടെസ്റ്റിംഗ് ഓഫ് സിമെന്റ്. ഓക്കെ, ടെസ്റ്റിംഗ് ഓഫ് സിമെന്റ്. ടെസ്റ്റിംഗ് ഓഫ് സിമെന്റ് ആണ് നമ്മുടെ നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഓക്കെ, അപ്പോൾ ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്? ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴേ നമുക്ക് സിമെന്റിന്റെ പ്രോപ്പർട്ടീസ് കുറച്ചുകൂടെ നല്ലോണം മനസ്സിലാവട്ടോ. അതാണ് ബേസിക് ആയിട്ട് നമ്മൾ ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റിംഗ് ചെയ്താൽ മാത്രമേ നമുക്ക് സിമെന്റിന്റെ പ്രോപ്പർട്ടീസ് കുറച്ചുകൂടെ നല്ലോണം മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ രണ്ട് മെത്തഡോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. എന്തൊക്കെയാണ് രണ്ട് മെത്തഡോളജി? ഫസ്റ്റ് എന്ന് പറയുന്നത് ഫീൽഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഫീൽഡ് മെത്തേഡ് അല്ലെങ്കിൽ ഫീൽഡ് ടെസ്റ്റ്. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് എന്ന് പറയുന്നത് ലബോറട്ടറി ടെസ്റ്റ് അല്ലെങ്കിൽ ലാബ് ടെസ്റ്റ്. ഓക്കെ, രണ്ട് മെത്തേഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ഫീൽഡ് ടെസ്റ്റും അതേപോലെ ലാബ് ടെസ്റ്റും. ഓക്കെ, ബേസിക് ആയിട്ടുള്ള രണ്ടിൻ്റെ ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ മനസ്സിലാക്കാൻ പാടാണ്. ലബോറട്ടറി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് റീഡിങ്സ് നമുക്ക് കിട്ടും, നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. അതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഫീൽഡ് ടെസ്റ്റും അതേപോലെ ലാബ് ടെസ്റ്റും നമുക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഫീൽഡ് ടെസ്റ്റ് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ, ഞാൻ എന്താണ് പറഞ്ഞത്, നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ എന്താണ്? മനസ്സിലാക്കാൻ പാടാണ്. എന്താണ് സംഭവം എന്ന് പറയുന്നത്? നമുക്ക് എക്സ്പീരിയൻസ് വേണം. ഓക്കെ, നമ്മുടെ ബേസിക് ആയിട്ട് നമുക്ക് എന്താണ്? ഫീൽഡ് ടെസ്റ്റും നമ്മുടെ ലാബ് ടെസ്റ്റും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽഡ് ടെസ്റ്റിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ, പക്ഷെ ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമുക്ക് പോയിന്റ് ഓഫ് കൺസേൺ നമുക്ക് എടുക്കാം. ഫസ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ ആണ് നമ്മുടെ ഫീൽഡ് ടെസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ ആണ് നമ്മുടെ ഫീൽഡ് ടെസ്റ്റ്. ഫീൽഡ് ടെസ്റ്റ് എൻ്റെ ഫസ്റ്റ് കാറ്റഗറി ആണ് എ. എയിൽ ഞാൻ ഫിസിക്കൽ ടെസ്റ്റ് എടുക്കുകയാണ്. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടി ടെസ്റ്റ്. ഫിസിക്കൽ പ്രോപ്പർട്ടി ടെസ്റ്റ്. ഫിസിക്കലായിട്ട് പ്രോപ്പർട്ടി ടെസ്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്, നമ്മൾ അതിൻ്റെ കാറ്റഗറി നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ പോയിന്റ് മാത്രം എഴുതാം ഞാൻ. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മസ്റ്റ് പോസസ് okay, must possess uniform gray color. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്? ഫീൽഡ് ടെസ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റും കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ? എന്താണ്? നമ്മുടെ സിമെന്റ് എന്ന് പറയുന്നത് അതിന്റെ ഗ്രേ കളർ, യൂണിഫോം ഗ്രേ കളർ ആയിരിക്കണം. അതാണ് സിമെന്റിന്റെ കളർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്? ഞാനിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. സിമ്പിൾ ടെസ്റ്റ് നമ്മൾ ബാഗ് എടുക്കണം, ബാഗ് തുറന്നു നോക്കണം, അതിന്റെ കളർ ഗ്രേ ആണെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റ് ഓക്കെ ആണ്. അപ്പോൾ ഗ്രേ കളർ ആണെങ്കിൽ നമുക്ക് എന്താണ്? ഫസ്റ്റ് ടെസ്റ്റ് ഓക്കെ ആണ്. ഓക്കെ, പക്ഷെ എന്താണ്? നമുക്ക് മനസ്സിലാക്കാൻ പാടാണ്. ഞാൻ പറഞ്ഞ എന്താണ്? നമുക്ക് ഇന്റൻസിറ്റി ഓഫ് ഗ്രേ കളർ ഏത് പ്രോപ്പർട്ടി ആണോ റിഫ്ലക്ട് ചെയ്യുന്നത് അത് നമുക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പം ഇന്റൻസിറ്റി ഓഫ് ഗ്രേ കളർ എത്രത്തോളമാണ് അത് നമുക്ക് മനസ്സിലാവുന്നത് എന്തിന്റെ ബേസിലാണ്? എക്സ്പീരിയൻസിന്റെ ബേസിലാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഓക്കെ, സിമ്പിൾ ടേംസിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്? ഗ്രേ കളറാണ്. ഓക്കെ, ഗ്രേ കളർ, യൂണിഫോം ഗ്രേ കളർ നമുക്ക് സിമ്പിൾ ടേംസിൽ പറയാൻ പറ്റും. പക്ഷെ എത്ര ഗ്രേ കളർ ആണെങ്കിലും ഇന്റൻസിറ്റി ഓഫ് ഗ്രേ കളർ ഏത് പ്രോപ്പർട്ടിനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? എക്സ്പീരിയൻസ് ബേസ് ആണ്. അതാണ് ഞാൻ സിമ്പിൾ ടേംസിൽ പറഞ്ഞത്. മനസ്സിലാക്കാൻ എന്താണ്? കുറച്ച് പാടാണ് ആസ് കമ്പയർഡ് ടു ലാബ് ടെസ്റ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്താണ്? മസ്റ്റ് ഫീൽ സ്മൂത്ത്. ഓക്കെ, ഫീൽ സ്മൂത്ത് വെൻ rubbed between finger. Okay, between fingers. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്? അത് ഫീൽ ആവണം, ഫീൽ സ്മൂത്ത് ആയിരിക്കണം. ഓക്കെ, നമ്മൾ സിമെന്റ് എടുത്തിട്ട് നമ്മൾ റബ്ബ് ചെയ്ത് നോക്കുവാണെങ്കിൽ അത് സ്മൂത്ത് ആയിരിക്കണം. സ്മൂത്ത് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മുടെ സിമെന്റ് പ്രോപ്പറായിട്ട് ഗ്രൈൻഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ് ആക്ച്വലി സ്മൂത്ത്നെസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഗ്രൈൻഡിങ്ങിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്മൂത്ത്നെസ്സിനെ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്താണ്? നമുക്കിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു സ്മൂത്ത് ആയിരിക്കണം. അത് ടെസ്റ്റ് സിമ്പിളാണ്. നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ സ്മൂത്ത് ആണെങ്കിൽ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, പക്ഷേ എത്ര സ്മൂത്ത് ആയിരിക്കണം നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? എക്സ്പീരിയൻസിന്റെ ബേസിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, എത്ര സ്മൂത്ത് ആണ് നമുക്ക് എക്സ്പീരിയൻസിന്റെ ബേസിലാണ് മനസ്സിലാവുന്നത്. പ്രോപ്പറായിട്ട് ഗ്രൈൻഡ് ആയിട്ടുണ്ടോ അതോ ഇല്ലേ എന്ന് നമുക്ക് എക്സ്പീരിയൻസിന്റെ ബേസിലാണ് മനസ്സിലാവുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് സെക്കൻഡ് ആയിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സെക്കൻഡ് ടെസ്റ്റ് നമ്മുടെ ഫൈനലായി. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? മസ്റ്റ് സിങ്ക് നോട്ട് ഫ്ലൂട്ട്.
must sink, not float when thrown in water. When thrown in bucket of water, അല്ലെങ്കിൽ വാട്ടർ എന്ന് എഴുതാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ബക്കറ്റാണ്. അപ്പോൾ നമ്മൾ സിമെന്റിനെ നമ്മൾ ഈ ബക്കറ്റിൽ ത്രോ ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, സിമെന്റ് നമ്മൾ ബക്കറ്റിൽ ത്രോ ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇതിങ്ങനെ സർഫസിൽ നിൽക്കാൻ പാടില്ല. ഓക്കെ, ഇതിങ്ങനെ സർഫസിൽ നിൽക്കാൻ പാടില്ല, അത് സെറ്റിൽ ആവണം. ഓക്കെ, അത് താഴെ സെറ്റിൽ ആവണം. ഓക്കെ, സർഫസിൽ നിൽക്കാൻ പാടില്ല, അത് താഴെ സെറ്റിൽ ആവണം. ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാം സിമെന്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 3.15 ആണ്. അതിന്റെ അർത്ഥം എന്താണ്, അത് വാട്ടറിനെക്കാട്ടിൽ 3 times ഹെവിയർ ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്, അതിന്റെ കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഓക്കെ, അപ്പോഴെന്താണ്, അത് സിങ്ക് ആവണം. ഓക്കെ, സിങ്ക് ആവണം, ഷുഡ് നോട്ട് ഫ്ലോട്ട്. ഓക്കെ, ഫ്ലോട്ട് ചെയ്യാൻ പാടില്ല, അത് സിങ്ക് ആവണം. അതാണ് സെക്കൻഡ് ഒബ്സർവേഷൻ. ഓക്കെ, സോറി, തേർഡ് ഒബ്സർവേഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ എന്ന് പറയുമ്പോൾ paste of sample must feel sticky. Paste of sample must feel sticky. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ബൈൻഡിങ് പ്രോപ്പർട്ടിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബൈൻഡിങ് പ്രോപ്പർട്ടി. ഓക്കെ, ബൈൻഡിങ് പ്രോപ്പർട്ടി. അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ സാമ്പിൾ എടുത്തു, നമ്മൾ എന്താണ് വാട്ടർ മിക്സ് ചെയ്തു, എന്നിട്ട് നമ്മളിങ്ങനെ കൈവച്ച് ഇങ്ങനെ റബ്ബ് ചെയ്ത് നോക്കി, റബ്ബ് ചെയ്ത് നോക്കിയപ്പോൾ അത് സ്റ്റിക്കി ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും, നമ്മുടെ സിമെന്റിന് ബൈൻഡിങ് പ്രോപ്പർട്ടി, പ്രോപ്പർ ആയിട്ടുള്ള ബൈൻഡിങ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്, ചെയ്യാൻ എളുപ്പമാണ്, സിമ്പിളാണ്. എത്ര സ്റ്റിക്കിനെസ് ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലാവും. ഓക്കെ, പക്ഷെ എത്ര സ്റ്റിക്കിനെസ്, എത്ര ബൈൻഡിങ് പ്രോപ്പർട്ടിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്, അത് എക്സ്പീരിയൻസിന്റെ ബേസിലാണ്. അപ്പോൾ നമ്മുടെ ഫീൽഡ് ടെസ്റ്റിന്റെ ബേസിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ എന്താണ്, നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ എന്താണ്, മനസ്സിലാക്കാൻ പാടാണ്. മനസ്സിലാക്കാൻ പാട് ഇൻ ദ സെൻസ് നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അതാണ് സിമ്പിൾ ടേംസിൽ നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മസ്റ്റ് ഫീൽ കൂൾ, നോട്ട് വാം. മസ്റ്റ് ഫീൽ കൂൾ, നോട്ട് വാം. ഓക്കെ, അപ്പം ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അത് നമ്മളിപ്പം സിമെന്റ് നമ്മൾ ബാഗ് തുറന്ന് നമ്മളിങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ എന്താണ്, അത് കൂളായിരിക്കണം. നമ്മുടെ സിമെന്റിന്റെ പാർട്ടിക്കൽ അല്ലെങ്കിൽ സിമെന്റ് എന്തായിരിക്കണം, കൂളായിരിക്കണം, വാം ആവാൻ പാടില്ല. വാം ആണെങ്കിൽ അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഹൈഡ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹൈഡ്രേഷൻ നടന്നു കഴിഞ്ഞു എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രേഷന്റെ റേറ്റ് ആണ് നമുക്ക് കൂൾ അതേപോലെ വാം ഇൻഡിക്കേറ്റ് ചെയ്യും. നമ്മൾ ജനറൽ ആയിട്ട് സിമെന്റ് എടുക്കുമ്പോൾ അത് കൂൾ ആയിരിക്കണം, വാം ആവാൻ പാടില്ല. ഓക്കെ, അപ്പം വാം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഹൈഡ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഹൈഡ്രേഷൻ പ്രോസസ് നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ? അത് നമ്മുടെ നെക്സ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, പിന്നെ നെക്സ്റ്റ് ടെസ്റ്റ് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, തിക്ക് പേസ്റ്റ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്, തിക്ക് പേസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, തിക്ക് പേസ്റ്റ് അല്ലെങ്കിൽ പാസ്റ്റർ. ഓക്കെ, തിക്ക് പേസ്റ്റ് ഓഫ് സിമെന്റ് ഓവർ ഗ്ലാസ്. അപ്പം ഞാൻ എന്താണ് ബേസിക് ആയിട്ട് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഇത് നമ്മുടെ പ്ലേറ്റ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ പ്ലേറ്റ് ആണ്, ഗ്ലാസ് പ്ലേറ്റ് ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നമ്മുടെ ഗ്ലാസ് പ്ലേറ്റ് ആണ്. അതിൻ്റെ പ്ലാനും കൂടെ ഞാൻ കാണിക്കാം. നമ്മുടെ ഗ്ലാസ് പ്ലേറ്റ് ആണ്, അതിൻ്റെ പ്ലാനും ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഫാസ്റ്റർ പ്രിപ്പയർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഈ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ പേസ്റ്റ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, തിക്ക് പേസ്റ്റ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഫാസ്റ്റർ അല്ലെങ്കിൽ പേസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഗ്ലാസ് പ്ലേറ്റ് മുകളിൽ വെച്ചു, എന്നിട്ട് നമ്മൾ എന്താണ് വാട്ടറിൽ ഡിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വാട്ടറിൽ 24 hours നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് അതിനെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വാട്ടറിൽ നമ്മൾ 24 hours ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
വാട്ടറിൽ 24 hours ഡിപ്പ് ചെയ്തിട്ട് പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പുറത്തെടുക്കുമ്പോൾ എന്താണ് ഹൈഡ്രേഷൻ നടക്കും അല്ലേ? നമ്മൾ വാട്ടറിൽ ഡ്രിപ്പ് ചെയ്യുമ്പോൾ ഹൈഡ്രേഷൻ നടക്കും. ഹൈഡ്രേഷൻ നടക്കുമ്പോൾ എന്താണ് നമുക്ക് എന്താണ് അൺസൗണ്ട്നെസ് കോസ് അല്ലെങ്കിൽ വോളിയം ചേഞ്ച് ഉണ്ടാവും. വോളിയം ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. ഇൻ കേസ് വോളിയം ചേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വോളിയം ചേഞ്ച് ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സിമെന്റ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണ് വോളിയം ചേഞ്ച് മനസ്സിലാവുന്നത്? നമുക്ക് ക്രാക്ക് ഫോമിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഗ്ലാസ് പ്ലേറ്റിൽ നമ്മൾ പേസ്റ്റ് നമുക്ക് വെക്കും, എന്നിട്ട് നമ്മൾ വാട്ടറിൽ ഡിപ്പ് ചെയ്യും, എന്നിട്ട് നമ്മൾ 24 hours കഴിഞ്ഞ് നമ്മൾ പുറത്തെടുക്കുമ്പോൾ അതിൽ ക്രാക്സ് കാണാൻ പാടില്ല. ഓക്കെ, ക്രാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മുടെ സിമെന്റിൽ വോളിയം ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് നമ്മൾ പറയും. നമ്മൾ ഓൾറെഡി നോക്കിയത് ഇങ്ങനെയൊക്കെ വോളിയം ചേഞ്ച് ഉണ്ടാകും, നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഓക്കെ, അപ്പം അത് നമുക്ക് മനസ്സിലായി. അപ്പം ഇത് എന്തിനാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നമ്മുടെ വോളിയം ചേഞ്ചിനെയാണ്. വോളിയം ചേഞ്ചിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പാരാമീറ്റർ ആണ്. ഓക്കെ, നമ്മൾ പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ എന്താണ് വാട്ടറിൽ ഡ്രിപ്പ് ചെയ്യാൻ 24 hours പുറത്തെടുക്കുമ്പോൾ എന്താണ് വോളിയം ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. വോളിയം ചേഞ്ച് ഹൈഡ്രേഷൻ നടക്കുമ്പോൾ വോളിയം ചേഞ്ച് ഇല്ലെങ്കിൽ നമ്മൾ പറയാൻ പറ്റും സിമെന്റ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മുടെ നെക്സ്റ്റ് ഒബ്സർവേഷൻ. ഓക്കെ, പിന്നെ അപ്പം ഇത് നമ്മളിപ്പോൾ നോക്കിയത് എന്താണ്? നമ്മുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി ടെസ്റ്റ് ആണ്. ഫീൽഡ് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്. ഫിസിക്കൽ പ്രോപ്പർട്ടി ടെസ്റ്റ് ഫസ്റ്റ് എന്താണ്? നമ്മൾ എന്താണ് ഷുഡ് പോസസ് യൂണിഫോം ഗ്രേ കളർ. യൂണിഫോം ഫിസിക്കൽ ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. യൂണിഫോം ഗ്രേ കളർ ആണെങ്കിൽ ഓക്കെ. അതേപോലെ സ്മൂത്ത് ആയിരിക്കണം. എത്ര സ്മൂത്ത് ആയിരിക്കണം? അത് എക്സ്പീരിയൻസ് ബേസ്ഡിലാണ് നമുക്ക് മനസ്സിലാവും. നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ ഫിംഗേഴ്സിന്റെ ഇടയ്ക്ക് നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ സ്മൂത്ത് ആണെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അതേപോലെ നമ്മൾ ബക്കറ്റ് ഓഫ് വാട്ടറിൽ നമ്മൾ ത്രോ ചെയ്യുമ്പോൾ എന്താണ്? അത് സിങ്ക് ആവണം, അത് ഫ്ലോട്ട് ആവാൻ പാടില്ല. ബിക്കോസ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 3.15 ആണ്, അതായത് 3 times ഹെവിയർ ആണ്. ഓക്കെ, പിന്നെ എന്താണ്? നമ്മൾ പേസ്റ്റ് ഓഫ് ദ സാമ്പിൾ സ്റ്റിക്കി ആയിരിക്കണം. നമ്മളെ വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് നോക്കുമ്പോൾ അത് സ്റ്റിക്കി ആയിരിക്കണം. സ്റ്റിക്കി ആണെങ്കിൽ എന്താണ്? ബൈൻഡിങ് പ്രോപ്പർട്ടിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അതേപോലെ നമ്മൾ സിമെന്റിനെ തൊട്ട് നോക്കുമ്പോൾ അത് കൂളായിരിക്കണം, വാം ആവാൻ പാടില്ല. വാം ആണെങ്കിൽ ഹൈഡ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് മീനിങ്, അല്ലെങ്കിൽ ഹൈഡ്രേഷൻ നടന്നു കഴിഞ്ഞു എന്നാണ് ഇതിന്റെ മീനിങ്. ക്ലിയർ ആണല്ലോ? അതേപോലെ നമ്മൾ തിക്ക് പേസ്റ്റ് എടുത്തിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് നമ്മൾ ഒരു ഗ്ലാസ് പ്ലേറ്റ് മേളിൽ വെച്ചിട്ട് നമ്മൾ എന്താണ് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് പുറത്തെടുക്കണം 24 hours. ഇൻ കേസ് ക്രാക്സ് ഇല്ലെങ്കിൽ, അതായത് ഹൈഡ്രേഷൻ നടക്കുമ്പോൾ എന്താണ് വോളിയം ചേഞ്ച് ഉണ്ടാകുന്നില്ലെങ്കിൽ ക്രാക്സ് ഫോം ആവത്തില്ല. ഇൻ കേസ് ക്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് വോളിയം ചേഞ്ച് ഉണ്ടാകും എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇതായിരുന്നു നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ ഒരു ടെസ്റ്റും കൂടെ, ഫിസിക്കൽ ടെസ്റ്റ് നമുക്ക് നോക്കാം. സോറി, ഫീൽഡ് ടെസ്റ്റിന്റെ സെക്കൻഡ് കാറ്റഗറിയാണ്. ഫീൽഡ് ടെസ്റ്റിന്റെ സെക്കൻഡ് കാറ്റഗറിയാണ് സ്ട്രെങ്ത് ടെസ്റ്റ്. സ്ട്രെങ്ത് ടെസ്റ്റ്. സ്ട്രെങ്ത് ടെസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് പറയുകയാണെങ്കിൽ, നമ്മൾ മോൾഡ് ഉണ്ടാക്കുകയാണ്, ഒരു ബ്ലോക്ക് ഉണ്ടാക്കുകയാണ് ഓഫ് 25 × 25 × 200. 25 × 25 × 200 മോൾഡ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഒരു ബ്ലോക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, 25 25. അപ്പോൾ ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 25. അതേപോലെ ഇത് അഗെയിൻ 25. അതേപോലെ ഈ ഇത്രയും ഡയമെൻഷൻ ലെങ്ത് എന്ന് പറയുന്നത് ഓക്കെ, ലെങ്ത് എന്ന് പറയുന്നത് ഇത് 200 ആണ്. ഓക്കെ, ഇത് നമ്മുടെ 200 ആണ്. ഇത് ടോട്ടലായിട്ട് എത്രയാണ്? ടോട്ടൽ 200. അതേപോലെ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 25. അതേപോലെ 25 mm, 25 mm, 25 mm. അതേപോലെ ഇത് 200 mm. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത് നമ്മൾ ബ്ലോക്ക് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്ലോക്ക് പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ ഡയമെൻഷൻ എത്ര ആയിരിക്കണം? 25 × 25 × 200 നമ്മൾ ബ്ലോക്ക് പ്രിപ്പയർ ചെയ്ത് എന്നിട്ട് വാട്ടറിൽ അതിനെ ഇമേഴ്സ് ചെയ്യണം ഫോർ 7 days. ഓക്കെ, വാട്ടറിൽ അതിനെ ഇമേഴ്സ് ചെയ്യണം ഫോർ 7 days. ഓക്കെ, വാട്ടറിൽ ഇമേഴ്സ് ചെയ്യണം ഫോർ 7 days. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനെ പുറത്തെടുക്കണം. വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിട്ട് പുറത്തെടുക്കണം. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ നമ്മളൊരു സപ്പോർട്ടിൽ വെക്കണം. ഓക്കെ, അതിനെ നമ്മളൊരു സപ്പോർട്ടിൽ വെക്കണം. അതിനെ നമ്മൾ സപ്പോർട്ടിൽ വെക്കണം. ഓക്കെ, അതിന്റെ സ്പേസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പേസിംഗ് എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ സ്പേസിങ് 150 mm ആയിരിക്കണം. ഓക്കെ, ഇതിന്റെ സ്പേസിങ് ആയിരിക്കണം 150 mm. ഓക്കെ, അതിന്റെ സ്പേസിങ് ആയിരിക്കണം 150 mm. എന്നിട്ട് നമ്മൾ ഇവിടെ ലോഡ് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇതിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോഡ് എത്രയാണ് അപ്ലൈ ചെയ്യുന്നത്? ലോഡ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുകയാണെങ്കിൽ 340 ആണ് അപ്ലൈ ചെയ്യുന്നത്. 340 Newton.
ഓക്കെ 340 ന്യൂട്ടൺ ആണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ എന്താണ് നമ്മൾ ഒരു സാമ്പിൾ അല്ലെങ്കിൽ ബ്ലോക്ക് പ്രിപ്പയർ ചെയ്യാണ് ഓഫ് ക്രോസ് സെക്ഷൻ 25x25 അതിന്റെ ലെങ്ത് എത്രയാണ് 200. ഓക്കെ അതിൽ 7 days വരെ നമ്മൾ വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിട്ട് പുറത്തെടുക്കണം, എന്നിട്ട് നമ്മൾ സപ്പോർട്ടിൽ വെക്കണം. അതിന്റെ സ്പേസിങ് എത്ര ആയിരിക്കണം 150 ആയിരിക്കണം. ഓക്കെ അപ്പോൾ നമ്മൾ അതിൽ സെൻട്രൽ പോയിന്റ് ലോഡ് അപ്ലൈ ചെയ്യും. എത്ര ആയിരിക്കണം അതിന്റെ ഇന്റൻസിറ്റി 340 ന്യൂട്ടൺ അപ്ലൈ ചെയ്യണം. 340 ന്യൂട്ടൺ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യേണ്ടത്, അതിൽ ക്രാക്ക് അല്ലെങ്കിൽ ഫെയിലിയർ ആവുന്നുണ്ടോ, നമ്മുടെ ബ്ലോക്ക് ഫെയിലിയർ ആവുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഇൻ കേസ് നമ്മൾ ഫെയിലിയർ ആവുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സിമെന്റിൽ മിനിമം സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ അപ്പോൾ ഇൻ കേസ് നമ്മുടെ ബ്ലോക്കിൽ ഫെയിലിയർ ആവുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലോക്ക് ഫെയിൽ ആവുന്നില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ സിമെന്റിന് മിനിമം ഇന്റൻസിറ്റി ഓഫ് സ്ട്രെങ്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റും. അതാണ് ബേസിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ. ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് തോന്നും, നമ്മുടെ ഫീൽഡ് ടെസ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ 340 ന്യൂട്ടൺ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമുക്ക് ഡൗട്ട് തോന്നും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയുവാണെങ്കിൽ നിയർ അബൌട്ട് നമ്മുടെ ബ്രിക്കിന്റെ റേഞ്ച് അറിയാം. ബ്രിക്കിന്റെ വെയിറ്റ് എത്രയാണ് 3.5 kg ആണ്. ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് 10 ബ്രിക്ക് വെക്കണം. ഓക്കെ 10 ബ്രിക്ക് വെച്ച് നമുക്ക് apparatus സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പോൾ നമുക്ക് നിയർ അബൌട്ട് 340 ന്യൂട്ടൺ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത് അറ്റ് സൈറ്റ് അല്ലെങ്കിൽ ഫീൽഡിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ലോഡ് അറ്റൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രെങ്ത്. അപ്പോൾ സ്ട്രെങ്ത് ടെസ്റ്റ് നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലോക്ക് പ്രിപ്പയർ ചെയ്യണം 25x25 എന്നിട്ട് വാട്ടർ ഇമേഴ്സ് ചെയ്യണം ഫോർ 7 days, എന്നിട്ട് പുറത്തെടുക്കണം, എന്നിട്ട് സപ്പോർട്ടിൽ വെക്കണം, ഓഫ് സ്പേസിങ് 140, എന്നിട്ട് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യണം 340 ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ബ്ലോക്ക് ഫെയിൽ ആവാൻ പാടില്ല. ഇൻ കേസ് ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്ക് എന്താണ് പറയാൻ പറ്റും, നമുക്ക് ആ സിമെന്റിനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയാൻ പറ്റും. ഇൻ കേസ് നമ്മുടെ ഫെയിൽ ആവത്തില്ലെങ്കിൽ നമ്മൾ എന്ത് പറയാൻ പറ്റും, നമുക്ക് സിമെന്റിൽ മിനിമം ആയിട്ടുള്ള സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് ബേസിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ. ക്ലിയർ ആണല്ലോ. ഓക്കെ അപ്പം ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ ഫീൽഡ് ടെസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 കാറ്റഗറി, ഫിസിക്കലും അതേപോലെ സ്ട്രെങ്ത് ടെസ്റ്റുമാണ് നമ്മൾ നോക്കിയത്. ഓക്കെ.